الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وله الحمد في السماوات والأرض وعشيا وحين تظهرون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാനും മരണസമയത്ത് വിശ്വാസികളായി അല്ലാഹുവിൽ തൃപ്തിപ്പെട്ടവരായി മരിക്കുവാനും നാം കാലം കൂട്ടി ജീവിതത്തെ തഖ്വയിൽ ഉറപ്പിച്ചു നിർത്തുകയും തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ക്രിസ്തുവർഷം കണക്കാക്കുമ്പോൾ ഒരു കൊല്ലം അവസാനിക്കാൻ പോവുകയാണ്. ഒരു വയസ്സ് കൂടി നമുക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു വയസ്സിലധികം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. വർഷത്തിന്റെ തുടക്കം എന്ന് കരുതി യാതൊരു തരത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ പ്രാർത്ഥനകളോ ദിക്റുകളോ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എല്ലാ ദിവസവും നല്ല നിലക്ക് തുടങ്ങണം, പ്രാർത്ഥനകളോടുകൂടി തുടങ്ങണം എന്ന് റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കാനും പുനർവിചിന്തനം ചെയ്യാനും ഒക്കെ അവസരം കിട്ടുന്നുണ്ട്. ഒരു കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നിനക്കാത്ത വിചാരിക്കാത്ത ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിരിഞ്ഞു നോക്കി ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതാണ് ജീവിതത്തിന്റെ പച്ചപ്പ് എന്ന് പറയുന്നത്. എന്നും പുലർച്ചെ എഴുന്നേറ്റ് പിന്നെ ജീവിച്ച് തിന്നും കുടിച്ചും ജീവിക്കുന്നതിനപ്പുറം ഈ ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പച്ചയായി ജീവിതത്തിന്റെ അനുഭവങ്ങളായി നമ്മൾ മാറ്റുകയും അതിൽ നിന്ന്
ഈ അലോക ജീവിതത്തിനും പരലോക ജീവിതത്തിനും നമ്മൾ പാഠം ഉൾക്കൊള്ളുകയും വേണം. പാതർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞു, നഷ്ടമാണോ ലാഭമാണോ? കച്ചവടക്കാര് ഇക്കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ കച്ചവടം എങ്ങനെയായിരുന്നു? ലാഭമോ നഷ്ടമോ? കർഷകന് ഇക്കൊല്ലത്തെ വിള എങ്ങനെയായിരുന്നു? ലാഭമോ നഷ്ടമോ? എന്ന് തുടങ്ങി നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയോ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ലാഭനഷ്ടങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കി ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നഷ്ടമായിരിക്കാം, അത് നികത്താം. ലാഭമായിരിക്കാം, അതിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാക്കാൻ സാധിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പച്ച പിടിച്ച ജീവനുള്ള ഒരവസ്ഥയായിരിക്കണം നമ്മൾക്കുണ്ടാവേണ്ടത്. അതുപോലെ ഒരു ആയുസ് കഴിയുമ്പോൾ ആ ആയുസ് ലാഭമാണോ? ആയുസിന്റെ ലാഭം കണക്കാക്കൽ എങ്ങനെയാണ്? ഞാൻ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു ആയുഷ്കാലം, ഒരു വർഷക്കാലം. എനിക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽ എത്ര തെറ്റ് വന്നു? വളരെ പ്രാഥമികമായ എത്ര വഖത്ത് നമസ്കാരം ഞാൻ ഖളാ ആക്കിയിട്ടുണ്ട്? എത്ര പേരിൽ നിന്ന് ഞാൻ എന്തെങ്കിലും അന്യായമായി പിടിച്ചു പറ്റിയിട്ടുണ്ട്? എത്ര ആളുകളെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്? എത്ര ആളുകൾക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്? ഒരു ഉറപ്പിക കൊണ്ടെങ്കിലും എന്നെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട്? നന്മയും തിന്മയും അതൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവനത്തെ നമുക്ക് പച്ചപിടിപ്പിക്കാൻ സാധിക്കും. തിരിഞ്ഞു നോക്കണം. നമ്മളൊരു പക്ഷേ കഴിഞ്ഞ ഈ ഒരു കൊല്ലം പല പ്ലാനുകളും ചെയ്തതായിരിക്കാം. ഒരുപാട് പ്ലാനുകൾ ജീവിതത്തിൽ, മക്കളെ കാര്യം, കുടുംബകാര്യം, നമ്മളെ സ്വന്തം കാര്യം, നമ്മളെ പഠനത്തിന്റെ കാര്യം, ജോലിയുടെ കാര്യം, ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ആ പ്ലാനുകളൊക്കെ നടന്നോ? ചിലത് നടന്നു കാണും, ചിലത് നടന്നിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത്. ആ പ്ലാനിൽപ്പെട്ട ഒരു പ്ലാൻ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു വർഷവും കൂടി അള്ളാഹുവിങ്കലേക്ക് എൻ്റെ ആയുസ് അടുത്തു, പരലോകത്ത് രക്ഷപ്പെടണം എന്നാണ് എൻ്റെ അന്തിമമായ പ്ലാന്. ആ പ്ലാനിൽ എത്രത്തോളം ഞാൻ വിജയിച്ചിട്ടുണ്ട് അതുകൂടി ചിന്തിക്കലാണ്. ഏത് വർഷം, ഹിജ്റ വർഷമാണെങ്കിലും ക്രിസ്തു വർഷമാണെങ്കിലും നമ്മളൊന്ന് ആലോചിക്കേണ്ട സമയമാണ് ഇത് എന്നാണ് പറഞ്ഞു വരുന്നത്. സൂറത്ത് റൂമിൽ 17 മുതൽ 27 വരെയുള്ള 10-11 ആയത്തുകൾ നമ്മളൊന്ന് എടുത്തു വായിച്ചു നോക്കണം. 17 മുതൽ 27 വരെയുള്ള ആയത്തുകൾ അള്ളാഹു പറയുന്നത്, നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴും നേരം വെളുക്കുമ്പോഴും, അവിടെ നേരം വെളുക്കുക അല്ലെ വൈകുന്നേരം ആവുക, പ്രഭാതം പ്രദോഷം, അതാണല്ലോ നമ്മുടെ ജീവിതം തന്നെ. അപ്പൊക്കെ അള്ളാഹുവിനാണ് പ്രകീർത്തനം നടത്തേണ്ടത്. അള്ളാഹുവാണ് അപ്പോഴൊക്കെ പരിശുദ്ധൻ. എന്തിനേക്കാളും മുന്തി നിൽക്കേണ്ടത്, വിശുദ്ധമായി നിൽക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങളങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവാണ് വിശുദ്ധൻ. വലഹുൽ ഹംദു ഫിസ്സമാവാതി വൽ അർദ്. ആകാശത്തിന്റെ ചുവട്ടും ഭൂമിയുടെ മീതെയുമാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ ആകാശത്തിലും ഭൂമിയിലും എല്ലാമുള്ള സർവസ്തുതിയും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വാശിയൻ, വൈകുന്നേരവും, വഹീന തുളഹിറൂൻ, ഉച്ചയാകുമ്പോഴും, ഉച്ചവരെയുള്ള സമയം, ഉച്ചക്ക് ശേഷമുള്ള സമയം, അതുപോലെ ആകാശത്തിന്റെ ചുവട്ടിലുള്ളത്, ഭൂമിയുടെ ചുവട്ടിലുള്ളത്, രാവിലെയും വൈകുന്നേരവും എല്ലാം അള്ളാഹുവിനാണ്, അള്ളാഹുവിന് പ്രകീർത്തിക്കാനുള്ളതാണ് എന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ തുടർന്ന് വിവരിക്കുന്നുണ്ട്. ദീർഘമായ ആയത്ത് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി. നമ്മളെ കണ്ടുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ഉണ്ടാക്കും, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. ഒക്കെ ഈ ജൈവ അവസ്ഥയുടെ പ്രത്യേകതകളാണ്.
നമ്മളെ ഭൂമി ചത്ത് കിടക്കുന്ന, മരവിച്ച് കിടക്കുന്ന ഭൂമി കൂടുതൽ തഴച്ച് വളർന്ന് പുല്ലും പുഷ്പവുമായി എത്രയൊക്കെ വെട്ടി ഒഴിവാക്കാൻ ശ്രമിച്ചാലും ഒരു മഴ പെയ്യുമ്പോഴേക്ക് വെട്ടിയെടുത്തോളം പുല്ലും മരങ്ങളൊക്കെ അങ്ങോട്ട് പൊങ്ങുകയാണ്, അതിലേറെ പൊങ്ങുകയാണ് അല്ലേ? അതുപോലെ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ജീവനില്ലാത്ത ബീജത്തിൽ നിന്ന് ജീവനുള്ള മനുഷ്യരുണ്ടാകുന്നു. അതിൽ നിന്ന് എത്രയൊക്കെയോ നമ്മളങ്ങനെ മരിച്ചു പോകുന്നു. ആളുകൾ ആരോഗ്യവും അതുപോലെ ആയുസ്സും വയസ്സൊന്നും കണക്കല്ല, ഇല്ലാതെയായി പോകുന്നു. ഇന്നലെ ജീവനുണ്ടായിരുന്നവർ ഇന്നില്ല എന്നിട്ട് അള്ള പറയുന്നു. അതുപോലെ മണ്ണിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച്, മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് പിന്നെ നിങ്ങൾ മനുഷ്യന്മാരായിട്ട് ഇതാ അൻതും ബശറുൻ തൻതശിറൂൻ, നാട്ടിൽ എന്തെല്ലാം ഉണ്ടാക്കി വ്യാപരിക്കുന്ന മനുഷ്യന്മാര്, വലിയ വലിയ മാനമുട്ടുന്ന കെട്ടിടങ്ങള്, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, വലിയ വലിയ കലഹമുണ്ടാക്കി ജനങ്ങളെ കൊന്നൊടുക്കുന്ന ആളുകള്, വലിയ വലിയ ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കി ഭൂമിയിൽ വ്യാപരിക്കുന്ന മനുഷ്യന്മാര്, അങ്ങനെ ഭൂമി നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരായി മാറുന്നു. മണ്ണായിരുന്നു കുറെ കാലം, ഒരു പിടി മണ്ണ്, അത് വലിയ മനുഷ്യരായി ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളായി മാറി. അതുപോലെ നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ അല്ലാഹു ഉണ്ടാക്കി തന്നു. ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ്, ഭർത്താവ് ഭാര്യ, അറിയാത്ത രണ്ടുപേർ ഒന്നിച്ചു കൂടുന്നു. പിന്നെ ആ ഭർത്താവിന് വേണ്ടി ഭാര്യ എന്ത് സഹിക്കാനും തയ്യാറാവുന്ന വിധത്തിൽ മനസ്സിൽ കാരുണ്യവും സ്നേഹവും സൂക്ഷിച്ചു വെക്കുന്നു. ആ ഭാര്യയ്ക്ക് വേണ്ടി അവൾ കയ്യും കാലും കുഴഞ്ഞു പോയാലും ആ ഭാര്യയെ സംരക്ഷിക്കാൻ, അവളെ രക്ഷിക്കാൻ, അവൾക്ക് സമാധാനം നൽകാൻ ഈ ഒരു അന്യനായി വന്ന ഭർത്താവ് അവളെ സംരക്ഷിച്ച് കാത്തിരിക്കുന്നു. എന്തിന്? എങ്ങനെ? അത് മനുഷ്യന്റെ മനസ്സിൽ അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും ഉണ്ടായത് കൊണ്ടല്ലേ നമ്മളെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ഇത്ര അധികം നമ്മൾ അധ്വാനിക്കുന്നത്. നമ്മളെ ഒരു നേരത്തെ നല്ല ഭക്ഷണം പോലും നമ്മൾ ഒഴിവാക്കി ഭാര്യാമക്കൾക്ക് വേണ്ടി ഉറക്കൊഴിക്കുന്നത് എന്തിനാ? അതാ റഹ്മത്ത് ഉണ്ടായത് കൊണ്ടാണ് മനുഷ്യന്റെ മനസ്സിൽ. അതില്ലെങ്കിൽ നമ്മളെ മക്കളൊക്കെ പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നില്ലേ? നമ്മളൊന്നും സംരക്ഷണം കിട്ടാതെ മരിക്കുമായിരുന്നില്ലേ? പാപ്പാന്റെ മുതിർന്നവരുടെ അല്ലെങ്കിൽ മക്കളുടെ സംരക്ഷണം കിട്ടാതെ വൃദ്ധന്മാരായ മാതാപിതാക്കള് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പെടഞ്ഞു മരിക്കുമായിരുന്നില്ലേ? പക്ഷെ എന്താ ഒരു റഹ്മത്ത് ഇത് എവിടുന്ന് കിട്ടി? അള്ളാഹു അതൊക്കെ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആകാശഭൂമികളുടെ ഈ സൃഷ്ടിപ്പ് സംവിധാനം, നിങ്ങളുടെ ഭാഷാവ്യത്യാസം, 10 നാട്ടിൽ നിന്ന് വന്നവർ, 10 ഭാഷ, 10 ശൈലികൾ, നിങ്ങളുടെ നിറവ്യത്യാസം. 100 ആൾ കൂടുന്നിടത്ത് 100 വർണ്ണമാണ്. അവരുടെ കണ്ണിന്റെ, കയ്യിന്റെ, കാലിന്റെ, ചർമ്മത്തിന്റെ 100 വർണ്ണം. ഇതൊക്കെ അല്ലാഹു തആലങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണല്ലോ. രാത്രിയിലും പകലിലും നിങ്ങൾ ഉറങ്ങുന്നു, പിന്നെ ജീവിതായോധനത്തിന് വേണ്ടി എഴുന്നേറ്റ് ഓടുന്നു, രാത്രിയായ വീണ്ടും ഒന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമല്ലേ? മിന്നൽ പിണർ കാണുന്നു, ചിലർ പേടിക്കുന്നു, ചിലർ പ്രതീക്ഷിക്കുന്നു. മിന്നൽ തട്ടി ആകെ കൂടി ഷോക്ക് ഏറ്റ് മരിച്ചു പോകുമോ എന്നുള്ള ഭയം, അതിനുവേണ്ടി നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. മിന്നൽ പിണർ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ രക്ഷപ്പെടുന്നതിൽ നിന്ന് മാറാൻ. എന്നാൽ മിന്നല് വേണ്ടേ? അത് വേണം. മിന്നലും ഇടിയും മിന്നലും ഉണ്ടായാലേ ഈ ഭൂമിയിൽ മഴ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് മിന്നൽ പിണർ പ്രതീക്ഷയുടെയും പരിഭ്രമത്തിന്റെയും അടയാളങ്ങളായി അള്ളാഹു നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നു. എന്നിട്ട് ഭൂമി ആകെ കൂടി വരണ്ടു കിടന്ന ഭൂമി ജീവിച്ച് അതിന് ജീവൻ വെക്കുന്നു. ആകാശഭൂമി ഇത് തകരാതെ കൃത്യമായ സന്തുലനത്തിൽ നിൽക്കുന്നു. പിന്നെ എല്ലാം ജീവിതം തുടങ്ങുന്നു, അവസാനിക്കുന്നു. 8-10 കാര്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ, ചൂണ്ടിക്കാണിച്ചു തരാൻ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ. ഇതിലൊന്നും നമ്മുടെ നിയന്ത്രണമില്ല, നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ. എന്നാൽ ഇതിന്റെ എല്ലാ അനുഭവങ്ങളും നമ്മൾ അനുഭവിക്കുന്നു.
മനുഷ്യൻ ചിന്തിക്കാതെ ഭൂമിയിൽ പടച്ചവനുമില്ല പടപ്പുകളുമില്ല ജീവിക്കലല്ല വേണ്ടത്. ഇതൊക്കെ ഈ ജാതി കാര്യങ്ങളൊക്കെ സൂറത്തുൻ നൂറിലെ 17 മുതൽ 27 വരെയുള്ള ആയത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹ് പറയുന്നത്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വഅശിയ്യൻ വഹീന വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഉച്ചക്കും ഉച്ച തിരിയുന്നതിന് മുമ്പും ഉച്ച തിരിഞ്ഞിട്ടും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ നമ്മൾ അറിയണം. അള്ളാഹുവിന്റെ കഴിവുകൾ നമ്മൾ അറിയണം. അള്ളാഹുവിനെ നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കണം. കാരണം താഴെ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. അതുപോലെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, ഒരു പഠിച്ചവന്റെ നിയന്ത്രണത്തിലാണ്. സഹോദരങ്ങൾ, ഈ തരത്തിൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാം എന്റെ നിയന്ത്രണത്തിൽ വരണം, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. നടക്കില്ല. ഒരു കൊല്ലം കഴിഞ്ഞല്ലോ, നടന്നോ? പലതും കാത്തിരുന്നതും പലപ്പോഴും കിട്ടിയിട്ടില്ലല്ലോ. എന്നാൽ കാത്തിരിക്കാത്ത നിരക്കാത്തത് വല്ലതും കിട്ടിയല്ലോ. നല്ല സമയം നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തണം, നല്ല ആരോഗ്യം കിട്ടണം, നല്ല സമ്പത്ത് വരണം എന്നൊക്കെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ എന്താണ് അതൊക്കെ നമുക്ക് കിട്ടാൻ എന്താ മാർഗം? എല്ലാം പടച്ചോന്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അള്ളാഹുവിന്റെ ആ നിഅമത്തും ബർക്കത്തും നമുക്ക് കിട്ടാൻ എന്താണ് മാർഗം? അത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കൊല്ലാരംഭത്തെയും കൊല്ലാവസാനത്തെയും ഒക്കെ വിലയിരുത്തുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഒരു കൊല്ലം അവസാനിക്കണം, അല്ലെങ്കിൽ ഒരു കൊല്ലം ആരംഭിക്കണം, എന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി കിട്ടണം. അതിന് അല്ലാഹു തആല പറയുന്ന ആ ഒരു ബർക്കത്ത്, ജീവിതത്തിൽ ഒരു ബർക്കത്ത് കിട്ടണം. എത്രയോ മനുഷ്യന്മാർ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പക്ഷെ ഒരു ബർക്കത്തുമില്ല. എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അത് തകർന്ന് നശിച്ചു പോകും. ഒരു ഗുണം പിടിക്കണം. എനിക്ക് കിട്ടുന്നതിന്റെ 1/10 പോലും കിട്ടാത്തവൻ സുഖമായി ജീവിക്കുന്നു, ഒരു പ്രശ്നവുമില്ല ജീവിതത്തിൽ. അല്ലലും അലട്ടുമില്ലാതെ അവനും കുടുംബവും ജീവിക്കുന്നു. അവന്റെ 100 ഇരട്ടി കിട്ടിയിട്ടും എന്നും പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ഒരു ബർക്കത്തില്ല. എങ്ങനെയെങ്കിലും സമ്പാദിക്കുന്ന പലരും കടം വാങ്ങിയിട്ടും കളവ് പറഞ്ഞിട്ടും അങ്ങനെ ചോദിച്ചിട്ടും ഇങ്ങനെ ചോദിച്ചിട്ടും, അല്ലെങ്കിൽ കച്ചവടത്തിൽ വ്യാജമായ രൂപത്തിൽ കച്ചവടം ചെയ്തിട്ടും എങ്ങനെയെങ്കിലും സമ്പാദിക്കുന്നു. പലർക്കും ബർക്കത്ത് കിട്ടണില്ല. നീ ഇവിടുന്ന് ബർക്കത്ത് കിട്ടിയാലും പരലോകത്ത് അത് ബർക്കത്തായി വരില്ല. അപ്പൊ അള്ളാഹു ജീവിതത്തിൽ നമുക്ക് ബർക്കത്ത് കിട്ടുക, ഒരു ബർക്കത്ത് തന്നെ സിയാദത്ത്. ജീവിതത്തിൽ അള്ളാഹു തആല നമുക്ക് ഒരുപാട് അള്ളാഹു നിഅമത്ത് തന്നു എന്നതല്ല പറഞ്ഞത്. തന്നത് കുറച്ചാണെങ്കിലും അതിൽ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹവും ബർക്കത്തും കിട്ടുമാറാവണമെങ്കിൽ അള്ളാഹു തആല അള്ളാഹുവിന്റെ റസൂലും നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് അള്ളാഹു വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ്സമാഇ വൽ അർദ്. ഏതൊരു നാട്ടുകാരായിരുന്നാലും ഏത് മനുഷ്യരായിരുന്നാലും അവർ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവരറിയാത്ത കാര്യങ്ങൾ അവർക്ക് നൽകുന്ന, അവർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നൽകാത്ത, എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ബർക്കത്തുകൾ, ആ ബർക്കത്തിന്റെ വാതിൽ നാം തുറന്നു കൊടുക്കും. ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് നമ്മൾ അംഗീകരിക്കണം. എന്നിട്ട് ജീവിതത്തിൽ വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹറാമും ഹലാലും വേർതിരിച്ചുകൊണ്ട് സാമ്പത്തിക രംഗത്ത്, സംസാര രംഗത്ത്, ബന്ധങ്ങളിൽ, മനുഷ്യബന്ധങ്ങളിൽ നമ്മൾ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് മുകളിലുണ്ട്, അവനാണ് പരിശുദ്ധൻ, അവനാണ് സർവസ്തുതിയും എന്ന വിശ്വാസത്തോടു കൂടി ജീവിച്ചാൽ സഹോദരങ്ങളെ, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ബർക്കത്ത് തുറന്നു തരുമെന്ന് അല്ലാഹു തആല പറഞ്ഞു. നമ്മളറിയാതെ
നമ്മളെ നിയന്ത്രണത്തിലല്ലാതെ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ ജീവിക്കുന്ന നമുക്ക് അള്ളാഹു ബർക്കത്ത് തുറന്നു തരണമെങ്കിൽ അവനെ സൂക്ഷിക്കണം എന്നാണ് ഈ കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുന്നത്. വമൻ യത്തഖില്ലാഹ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. റിസ്കിന് വേണ്ടിയാണല്ലോ മനുഷ്യൻ കളവ് പറയുന്നത്, മനുഷ്യൻ അനാവശ്യമായ സമ്പാദ്യങ്ങൾ നടത്തുന്നത്, പലിശ വാങ്ങുന്നത്, കള്ളക്കച്ചവടം ചെയ്യുന്നത്, കളവ് പറയുന്നത്. എന്തിനാ? നല്ല സുഭിക്ഷമായി ജീവിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ യജ്അൽ ലഹു മഖറജ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു തആല ഒരു മഖറജ്, ഒരു രക്ഷാമാർഗം, ഒരു വാതില്, രക്ഷപ്പെടാനുള്ള വാതിൽ, എക്സിറ്റ് അല്ലാഹു തആല തുറന്നു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ റിസ്ക്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ആഹാരം, അള്ളാഹുവിങ്കൽ നിന്നുള്ള ജീവിത വിഭവങ്ങൾ അവന് കൊടുക്കും. സഹോദരങ്ങളെ, അതാണ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ആ വാക്കിന്റെ പൊരുള്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അള്ളാഹുവിന്റെ നമ്മുടെ നിയന്ത്രണത്തിന്റെ മുകളിൽ അള്ളാഹുവിന്റെ തഖ്ദീർ ഉണ്ടല്ലോ. ആ തഖ്ദീർ നമുക്ക് അനുകൂലമായി വരാൻ അവനെ സൂക്ഷിച്ച് ജീവിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ബർക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ റസൂലിൽ കൂടി പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ കൊണ്ടേ സാധിക്കൂ. അത് അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കണം. അള്ളാഹുവിന്റെ ബർക്കത്ത് ലഭിക്കാൻ ഒന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കാതുകൊണ്ട് അള്ളാഹു ഹറാമും ഹലാലുമാക്കിയതിനെ വേർതിരിച്ച് ഹറാമും ഹലാലുമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണമെന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. മറ്റൊന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, ഖുർആൻ തന്നെ പഠിപ്പിച്ചത്, ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം, ഖുർആനിന്റെ ഖിറാഅത്ത്, പാരായണം, അതിന്റെ പഠനം, അതുമായി ബന്ധപ്പെട്ട് എത്രയെത്ര ഒരു ദിവസം മൊബൈലിൽ കൂടി വാട്സാപ്പുകളും മറ്റു മീഡിയകളും നമ്മൾ വായിച്ച് തള്ളുന്നുണ്ട്. അതിന്റെ 10% പോലും പരിശുദ്ധ ഖുർആനുമായി ഒരു ദിവസം ബന്ധപ്പെടാൻ, അതൊന്ന് ഓടി നോക്കാൻ, അതൊന്ന് വായിച്ചു നോക്കാൻ, അതിന്റെ അർത്ഥമൊന്ന് പഠിച്ചു നോക്കാൻ, എന്താണ് എന്നോട് അല്ലാഹു തആല നേരിട്ട് പറയുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കാൻ ഖുർആൻ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത്. ഞാൻ നിനക്ക് ഇറക്കി തന്നത് ഒരു അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അവർ ആലോചിക്കാൻ വേണ്ടി, ഖുർആനിലെ ആയത്തുകൾ ആലോചിച്ച് പഠിക്കാൻ വേണ്ടി വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവനതുകൊണ്ട് ഗുണപാഠം കിട്ടാനും നിങ്ങൾക്ക് ബർക്കത്തുള്ള മുബാറക് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥം എത്ര വായിച്ചാലും അതിൽ നിന്ന് ജീവിതത്തിൽ ഗുണം കിട്ടും, അള്ളാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കിട്ടും, ജീവിതത്തിൽ വെളിച്ചം കിട്ടും. അപ്പൊ വെളിച്ചം അക്ഷയ പ്രകാശം, അക്ഷയം വസ്തു പോലെ കാലാകാലവും ജീവിതത്തിന് സമാധാനം, ശാന്തി, സന്മാർഗം, വഴി കാണാനുള്ള ആ അവസരം ഒക്കെ കിട്ടുന്ന വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുക. എങ്കിലേ ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് കഴിഞ്ഞ ഒരു ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ജീവിതം ബർക്കത്ത് നിറഞ്ഞ ജീവിതമായിരുന്നോ, അനുഗ്രഹീതമായിരുന്നോ, സമാധാനപൂർണമായിരുന്നോ? ഇനി ഒരു കൊല്ലമെങ്കിലും, അടുത്ത കൊല്ലമെങ്കിലും
അങ്ങനെ ആയുസ്സുണ്ടെങ്കിൽ അങ്ങനെ ആയിത്തീരാൻ ഞാനെന്ത് വേണമെന്നാണ് അള്ളാഹുവും റസൂലും നമുക്ക് നൽകുന്ന ഉത്തരം. അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിനുള്ള സന്മനസ്സും തൗഫീഖും നമുക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, രോഗികളായി കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീടുകളിലും ആശുപത്രികളിലും എല്ലാമായി കിടക്കുന്ന ഒരുപാട് രോഗികൾ, നമ്മളൊക്കെ തന്നെ പലരും പല രോഗവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ആശങ്കിക്കുന്നവരോ ആയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളിൽ കൊണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും നമുക്കെല്ലാം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച, അവസാനത്തെ വെള്ളിയാഴ്ച, നമ്മുടെ പാവങ്ങളായ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഫണ്ട് നമ്മളൊക്കെ സ്വരൂപിക്കുന്ന ഒരു ദിവസമായി നിശ്ചയിച്ചതാണ്. നിങ്ങൾക്കുണ്ടാവുന്ന സഹായങ്ങൾ നിങ്ങൾ ആ ബക്കറ്റിലോ പെട്ടിയിലോ നിക്ഷേപിച്ച് ഒരാളെയെങ്കിലും നമുക്കൊരു നല്ല സഹായം കൊടുക്കാൻ നിങ്ങളും പങ്കാളികളാകുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا أرحم